ഹായ്, എല്ലാവർക്കും നമസ്കാരം. TV19 കേരള എന്ന ചാനൽ ഒട്ടുമിക്ക മലയാളികളും കണ്ടിട്ടുണ്ടാവും. കാരണം ഭിക്ഷാടകരുടെ പുറകെ നടന്ന് അവരുടെ ആക്ടിവിറ്റീസൊക്കെ സെർച്ച് ചെയ്തിട്ട് അവരുടെ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവർ തട്ടിക്കൊണ്ടുവരുന്ന കുട്ടികൾക്കൊക്കെ സംരക്ഷണം കൊടുക്കുകയും അവരെയൊക്കെ ഈ ഭിക്ഷാടകരിൽ നിന്ന് മോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതും, അതുപോലെ ബസ്സിലും മറ്റു സ്ഥലത്തുമൊക്കെ ഇവർ നടത്തുന്ന അതിക്രമങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുവരികയും പിന്നെ അതിനെതിരെ പോലീസിൽ പരാതിപ്പെടുകയും പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ ചാനലിലെ ആൾക്കാർ ഇവരുടെ പുറകെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അർദ്ധരാത്രിക്കൊക്കെ ഇവർ ചെയ്ത റെസ്ക്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ നല്ല കാര്യമായിട്ടാണ് പല വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇവരെ കൊണ്ട് പല തരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കും ഇങ്ങനെ തോന്നുക, ഇവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു, ഇതൊരു ശല്യമായി മാറിയല്ലോ എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ അങ്ങനെ വരുന്നത്. അതുപോലെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു പാലത്തിൻ്റെ അടിയിൽ കുറേ ഭിക്ഷാടകർ താമസിക്കുന്നത്, അവർ തമിഴാണ് സംസാരിക്കുന്നത്. അവരടുത്ത് ചെന്നിട്ട് നിങ്ങൾ എന്തിനാണ് മുഖം മറച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീ അതിന് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്തോരം വയലൻസാണ് കാണിക്കുന്നതെന്ന് അറിയാം. ഇയാളുടെ നേരെ ഇവിടെ ഭയങ്കരമായിട്ട് ഒച്ചയിട്ട് ബഹളുണ്ടാക്കി തെറിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. തല്ലിയില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഭിക്ഷാടകരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് തല്ല് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഇവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള പോലീസുകാരോട്, അതായത് ട്രാഫിക്കിലുണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞിട്ട് തന്നെയാണ് ഇവരുടെ അടുത്തേക്ക് ചെന്ന് ഇദ്ദേഹം ഇവരോട് അവിടുന്ന് പോകാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അടി കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി തെറിവിളികളെല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അവർ ആ പരിസരം മുഴുവൻ വൃത്തികേടാക്കി മാലിന്യം നിറച്ചൊരു ചവറ് കൂമ്പാരാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാൻ പറയുമ്പോൾ അവർ പറയണത് വേണമെങ്കിൽ നീ വാരി കളയുന്ന പറയുക ഇദ്ദേഹത്തോട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറൊരു സംസ്ഥാനത്ത് വന്നിട്ട് ഇത്ര സുഖമായിട്ട് മലയാളികളെ വെല്ലുവിളിച്ചിട്ട് അവർക്ക് ശല്യം ഉണ്ടാക്കിയിട്ട് താമസിക്കുകയാണ്. വേറൊരു സംസ്ഥാനത്തും ഇങ്ങനൊരു സംഭവം നടക്കില്ല. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോയി നോക്കൂ, ഇവർ നമുക്ക് പട്ടിയുടെ വില പോലും തരില്ല. അങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർ. അവർക്ക് ആ തദ്ദേശീയരോടാണ് സ്നേഹം. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് നേരെ തിരിച്ചിട്ടാണ്. ഏത് അണ്ടനും അടകോടനും നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കാം, അവന് സ്വീകാര്യതയുണ്ട്, അവനെ വാം വെൽക്കം ചെയ്യും നമ്മുടെ ആൾക്കാർ. പിന്നീട് അവരുണ്ടാക്കി വെക്കുന്ന തലവേദനകൾക്ക് പുറകെ ഓടുകയും ചെയ്യും. അതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗാളികളും മറ്റുള്ളവരും ഒക്കെ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളികളെക്കാൾ കൂടുതൽ ബംഗാളികളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് അധികം പറയുന്നത്. അത് സത്യാവസ്ഥയാണ്. കാരണം ഒരു ജോലിക്ക് വിളിച്ചാലും ഇവരെ കിട്ടാനുള്ളൂ, മലയാളികളെ കിട്ടാനില്ല. മലയാളികൾ മുഴുവൻ ജോലി അന്വേഷിച്ച് മറ്റു പല രാജ്യത്തും പോയിട്ട് അവിടെ അടിമപ്പണി ചെയ്യും. ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബംഗാളിയെയും തമിഴനെയും ഒക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. എന്നിട്ട് അവരുണ്ടാക്കുന്ന തലവേദന നമ്മൾ സഹിക്കുകയും വേണം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ക്രൈം നടക്കുന്നത് ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ അവരെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഭിക്ഷയ്ക്ക് വന്ന ഒരു സ്ത്രീയെ, ആ സ്ത്രീക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് നിന്ന് ഭയങ്കരമായിട്ട് രാഗി ചീത്ത വിളിച്ച് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ അടുത്തൊരു ദിവസം കൂടി എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. എന്തോ തിരക്കിട്ട ജോലികളിലായിരുന്നു. ആ സമയത്താണ് ബെല്ല് നിർത്താതെ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ദേഷ്യം വരും സ്വാഭാവികമായിട്ട്. കാരണം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബെല്ല് നിർത്താതെ അമർത്തുമ്പോൾ അത് ആരായാലും, നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇതെന്താ അത് ബെല്ലിന്ന് കൈയെടുക്കാതെ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ചെയ്യുക അവർ. അപ്പോൾ നമ്മൾ ഇതെന്താ ഇനി എന്താ എമർജൻസി എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇവരായിരിക്കും മുന്നിൽ. എന്നിട്ട് ചോദിക്കുന്നത് പൈസ ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ ഫുള്ള് തെറി വിളിച്ച് പുറുപുറുന്ന് പറഞ്ഞ് കുറേ നേരം ഇല്ല എന്ന് പറഞ്ഞാലും പോകുന്നില്ല. അവിടെ അങ്ങനെ നിൽക്കും. ഡ്രസ്സ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കും. ഇല്ലയെന്ന് നമ്മൾ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചീത്ത വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അനാഥാലയങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡും കൊണ്ടുവരും. അന്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന അനാഥാലയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന പിന്നെ അനാഥാലയത്തിൽ നിന്നാണ്, വൃദ്ധസദനത്തിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാർഡും കൊണ്ട് ഇവർ ഇറങ്ങുകയാണ്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് ഇവർ ഇറങ്ങുന്നത്. ഡ്രസ്സും പൈസയും സംഭാവനയും ഒക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുക ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആരോ കംപ്ലയിൻറ്റ് ചെയ്തു അത്രേ, ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ മോഷണം നടത്തിപ്പോയി, കഴുത്തിലെ മാല പൊട്ടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇവർക്ക് ഡെയിലി കമ്മീഷനാണ്. ഈ കാർഡ് കൊടുത്ത് വിടുന്ന ആളുകൾക്ക്
ഡെയിലി വേതനം അത്ര 1000 രൂപയ്ക്ക് 100 രൂപയോ അങ്ങനെ എന്തോ കമ്മീഷൻ എന്തോ വ്യവസ്ഥയിലാണ് ഇവർ ഈ പിരിക്കാൻ വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവർ 2 തരത്തിൽ തട്ടിപ്പ് നടത്തും. ഈ പിരിക്കുകയും ചെയ്യും, ചെറിയ സംഭാവനകൾ കൊടുക്കുന്നതൊന്നും അനാഥാലയത്തിലൊന്നും എത്തൂല. ഇനി അനാഥാലയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് മറ്റൊരു തട്ടിപ്പാണൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഈ വലിയ വലിയ വീടുകളിലൊക്കെ ചെന്നിട്ട് സംഭാവന കൊടുക്കാൻ ചെല്ലുന്ന സ്ത്രീകളുടെ കഴുത്തുനിന്ന് മാല പൊട്ടിച്ച് ഓടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വ്യാപകമായി നടക്കാൻ തുടങ്ങിയപ്പോൾ പോലീസ് അലർട്ട് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എല്ലാ വീടുകളിലും ജനമൈത്രി പോലീസ് കയറി പറഞ്ഞു, നിങ്ങൾ പിന്നെ അനാഥാലയത്തിൽ നിന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്ക് ഒരു തരത്തിലും സംഭാവന കൊടുക്കരുത്, അത് വലിയ ദോഷം ചെയ്യും, ഇവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പുറത്തിറങ്ങണ്ട, വാതിൽ തുറക്കരുത്, ജനലിൽ കൂടി നോക്കിയിട്ട് എന്താന്ന് ചോദിക്കുക, അങ്ങനെ അനാഥാലയത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് കൊടുക്കുകയാണ്, ഇങ്ങനെ പിരിവ് ഇങ്ങനെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കി വിടുക എന്ന് പറഞ്ഞതുകൊണ്ട് 2-3 ദിവസം മുമ്പ് ഇതുപോലൊരു സ്ത്രീ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ജനൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് അനാഥാലയത്തിൽ നിന്നാണ്, അന്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിരിവ് ഡയറക്റ്റായിട്ടാണ് അനാഥാലയങ്ങൾക്ക് പിരിവ് കൊടുക്കുന്നത്, അല്ലാതെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നില്ല, നേരിട്ട് അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കുക ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞു, ഈ കാർഡൊന്ന് നോക്കിയാൽ മതി, വായിച്ചാൽ മതി പറഞ്ഞപ്പോൾ എന്താ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറഞ്ഞു. സ്ഥാപനം എനിക്കറിയാവുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെയുള്ള അന്തേവാസികളെയൊക്കെ അറിയാം, ഇന്ന ആളുകളെയൊക്കെ അറിയോ, അവിടുത്തെ ഇൻചാർജിനെ അറിയോ, ഞങ്ങളവിടെ സ്ഥിരം വരുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ബ്രദറും വൈഫും ഒക്കെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ്, കുട്ടികളുടെ പിറന്നാളൊക്കെ അവിടെ വെച്ചിട്ടാണ് നടത്താറുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇന്ന ആളുകളെയൊക്കെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ ആകെ ടെൻഷനായിപ്പോയി പുള്ളിക്കാരത്തേക്ക്. എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ പുതിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കടന്ന് ഉരുണ്ടു. എന്നിട്ടും പൈസ കിട്ടിയിട്ടേ പോവുള്ളൂ എന്ന മട്ടിലാണ് അവിടെ നിന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഡയറക്റ്റ് കൊണ്ടു കൊടുക്കുക, അതുകൊണ്ടാണ് ഇവരെയൊക്കെ ഞങ്ങൾക്ക് അറിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്തെല്ലാമോ ചീത്ത വിളിച്ചിട്ടാണ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അനാഥാലയത്തിലേക്ക് സംഭാവന കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട, അത്രയല്ലേ. പക്ഷേ ഇത് നിർബന്ധിതമായിട്ടുള്ളൊരു പിരിവ് പോലെ കണക്കാക്കിയിട്ട് കൊടുത്തേ തീരുള്ളൂ, അല്ലെങ്കിൽ ഈ തെറിവിളി നിങ്ങൾ സഹിച്ചോളൂ എന്ന രീതിയിൽ വീട്ടുമുറ്റത്ത് നിന്ന് പ്രാഗി ആ ഗേറ്റ് കടന്ന് പോകുന്നത് വരെ ആ സ്ത്രീ എന്തെല്ലാമോ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ്. അതായത് ഇവരെയൊക്കെ കൂലിക്ക് എടുത്തിട്ട് ഒരു വലിയൊരു ഏജൻസി പോലെ ആക്കി തീർത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള സംവിധാനമൊക്കെ. എനിക്ക് തോന്നുന്നില്ല അനാഥാലയത്തിൽ നിന്ന് വന്നതൊന്നും ആയിരിക്കില്ല. കാരണം ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഗ്യാങ്ങിൻ്റെ കയ്യിലെ ആളുകളൊക്കെ ആയിരിക്കും ഇവർക്ക് കൂലി കൊടുത്ത് നിർത്തി വരുന്നതന്നെ, അല്ലെങ്കിൽ ആ സ്ത്രീ അത്രയും പ്രാകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെയാണ് ഇങ്ങനെ പണവും സാധനങ്ങളും ഒക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഒരു ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, കൈ നീട്ടിയപ്പോൾ ഒരു പേരയ്ക്ക വെച്ച് കൊടുത്തു, അപ്പോൾ പേരയ്ക്ക വേണ്ട, പണം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആവശ്യം ഭക്ഷണമൊന്നുമല്ല, അവർ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയിട്ട് വേറെ കഴിക്കുന്നുണ്ടാവും ഈ പണം കൊണ്ട് പോയിട്ട്. രാത്രിയായ ആണും പെണ്ണും ഒരുമിച്ച് ബാർ കയറി മദ്യപിക്കുന്നൊക്കെ പറയുന്നുണ്ട് അവരതിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവർ നടത്തുന്നത്. നമ്മുടെ മലയാളികളുടെ പിന്നെ നന്മയെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. കാരണം നമ്മുടെ നേരെ കൈ നീട്ടി കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ മിക്ക ആളുകൾക്കും മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കും. അവർ നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ തട്ടിപ്പാണോ എന്നൊന്നും നോക്കില്ല. പക്ഷേ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ജീവന് തന്നെ ദോഷം ചെയ്യുന്നുള്ളത് അധികം പേര് ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കൈ നീട്ടുന്ന സമയത്തായിരിക്കും ഇവർ നമ്മുടെ കഴുത്തിൽ കിടക്കുന്നത് പൊട്ടിച്ചുകൊണ്ട് ഓടുന്നത്. കട്ടിയുള്ള ചെയിനൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കഴുത്തിലെ ഞരമ്പൊക്കെ കട്ടായിട്ട് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം. മാല പോയത് പോട്ടെ, പക്ഷേ ജീവനും കൂടി ആപത്താണെങ്കിലോ, അല്ലെങ്കിൽ ഇവർ ഈ വീടൊക്കെ കണ്ടുവെച്ചിട്ട് ഇങ്ങനെ ഭിക്ഷാടനത്തിന് വരുന്ന ആളുകൾ വീടൊക്കെ കണ്ടുവെച്ചിട്ട് നമ്മുടെ കുട്ടികളെ എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മോഷണം നടത്താൻ കയറാം, വേറെ സംഘങ്ങളെ അറിയിച്ചു. ഇവർ ഗ്രൂപ്പാണ്. കാരണം ഈ TV19 ആളുകളെ കണ്ടപ്പോൾ തന്നെ ഇവർ മറ്റുള്ള ആളുകൾക്കൊക്കെ ഫോൺ ചെയ്ത് പറയത്രേ ഇങ്ങനെ ഇവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇയാൾ പിന്നെ ഇങ്ങനെ ഇവരെ ഇങ്ങനെ ഓടിക്കുന്ന ആളാണ്, ഇവരെ വാച്ച് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കി ഇയാളുടെ ചാനൽ അറിഞ്ഞ് ഇയാളുടെ ഓരോ വീഡിയോസും വാച്ച് ചെയ്ത് അത്രയധികം ക്രൂക്കഡായിട്ട് ചിന്തിച്ച് പെരുമാറുന്ന ആൾക്കാരല്ലാതെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ്, അവരായി അവരെ പാടായി എന്തെങ്കിലും കൈനീട്ടി ജീവിച്ചു വരും. നേരത്തെ ഭക്ഷണം കഴിച്ച് മിണ്ടാതെ എവിടെയെങ്കിലും തലചായ്ക്കും അല്ലേ. ഇവരങ്ങനെയല്ല, ഒരു ഗ്യാങ്ങാണ്. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നുണ്ട്, നമുക്കിങ്ങനെ ആപത്ത് വരുന്നുണ്ട്, ഇങ്ങനെ ആൾ നമ്മുടെ പുറകെ ഉണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവരുടെ കയ്യിലൊക്കെ ഐഫോൺ അടക്കമുള്ള സാധനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ലെവലൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാനും അറിയണ്ടേ, ഉണ്ടായാൽ മാത്രം പോരല്ലോ. അപ്പോൾ ഇവരുടെ ലെവലൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരക്കാരെ ഭയക്കണം,
കാരണം നമ്മുടെ കേരളം നമ്മുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരക്കാരെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകളെയും പിന്നെ ഈ TV19 പോലുള്ള ചാനലുകളെയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹത്തിന് പോലീസുകാരൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പൊതുജനവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്തരക്കാരെ ഓടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.